രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം തിങ്കളാഴ്ച പുറത്തു വന്നപ്പോൾ കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നിവിടങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. പശ്ചിമബംഗാൾ കൂടി BJP പിടിച്ചെടുത്തതോടെ രാജ്യത്ത് BJP സഖ്യം ഭരിക്കുന്ന സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 22ആയി ഉയർന്നു. പ്രതിപക്ഷ സഖ്യം 6 സംസ്ഥാനങ്ങളിലായി ചുരുങ്ങി. ഫെഡറലിസം സംരക്ഷിക്കാനും ജനകീയ ബദൽ രൂപപ്പെടുത്താനും രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ജനവിധി എന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളെ ക്ഷീണിപ്പിക്കുമോ ജനവിധി? കേരളത്തിൽ ഇടതുമുന്നണിക്ക് കനത്ത ആഘാതമേൽപ്പിച്ചാണ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത്. 2021 99 സീറ്റോടെ അധികാരത്തിൽ വന്ന LDF-നെ ഇത്തവണ കൈവിട്ടത് 64 മണ്ഡലങ്ങളാണ്. കേരള നിയമസഭയിൽ 2016 മാത്രം ഒറ്റ സീറ്റിലൂടെ അക്കൗണ്ട് തുറന്ന BJP ഇത്തവണ 3 സീറ്റുകൾ നേടി പുതിയ ചരിത്രവും രചിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിലാണെങ്കിൽ 5 പതിറ്റാണ്ടായി തുടരുന്ന DMK AIDMK ദ്വന്ദ്വത്തെ തകർത്തെറിഞ്ഞ് നടൻ വിജയുടെ തമിഴക വെട്രി കഴകം എന്ന TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. രാഷ്ട്രീയ പ്രവേശനം നടത്തി വെറും 2 വർഷത്തിനുള്ളിലാണ് വിജയ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. 3-ാം ഊഴം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെ അധികായർ തോൽക്കുകയും ചെയ്തു. DMK 60 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ TVK 107 സീറ്റിലാണ് വിജയിച്ചത്. AIDMK 3-ാമതെത്തി. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തീർത്ത SIR പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് 4-ാം ഊഴത്തിനായി പോരാടിയ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഒടുവിൽ അടിതെറ്റിയതാണ് പശ്ചിമബംഗാളിൽ നിന്നുള്ള ഫലം. തെരഞ്ഞെടുപ്പ് നടന്ന 293 മണ്ഡലങ്ങളിൽ തൃണമൂലിന്റെ വിജയം 80-ൽ ഒതുങ്ങി. 206 സീറ്റുകളും പിടിച്ചെടുത്താണ് BJP ബംഗാളിൽ കാവിക്കൊടി പാറിച്ചത്. ഭവാനിപ്പൂരിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,105 വോട്ടിന് മമതാ ബാനർജി പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ 215 സീറ്റായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്. 77 സീറ്റുണ്ടായിരുന്ന BJP 207 സീറ്റോടെ ഭരണം ഉറപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് 2-ഉം CPIM 1 സീറ്റും നേടി. 10 വർഷമായി ഭരണത്തിൽ തുടരുന്ന അസമിലും BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തി. കേന്ദ്രഭരണത്തിന്റെ ബലത്തിൽ ഒരു വ്യാഴവട്ടമായി രാജ്യം അടക്കി വാഴാൻ ശ്രമിച്ചു പോരുന്ന മോദി അമിത്ഷാ ദ്വയം രാഷ്ട്രീയ നേതാക്കളിൽ വെച്ച് ഏറ്റവും ഭയപ്പെട്ടത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിലെ DMK, കേരളത്തിൽ CPIM എന്നീ കക്ഷികളുടെ പ്രതികരണങ്ങളും നിലപാടുകളുമായിരുന്നു. കേരളത്തിൽ അധികാര തുടർച്ചയിലുണ്ടായിരുന്ന 2 പിണറായി സർക്കാരുകളും 2011 മുതൽ 15 വർഷമായി ബംഗാൾ മുഖ്യമന്ത്രി പദത്തിലിരുന്ന മമതയും 5 വർഷം തമിഴ്നാട് ഭരിച്ച സ്റ്റാലിനുമായിരുന്നു പല ഘട്ടങ്ങളിലും രാജ്യത്തെ യഥാർത്ഥ പ്രതിപക്ഷ ശബ്ദങ്ങൾ. പൗരത്വ നിയമ ഭേദഗതി, SIR തുടങ്ങി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വർഗീയ വിഭാഗീയ അജണ്ടകളെയും മുസ്ലിം സമുദായത്തെ അപരവത്കരിക്കാനുള്ള നീക്കങ്ങളെയും ഭയലേശമില്ലാതെ ചെറുത്തുനിന്ന സംസ്ഥാനങ്ങളായിരുന്നു ഇവ. EDയെ ഇറക്കിയും വോട്ടുകൾ വെട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശബ്ദമാക്കിയും നിയമങ്ങൾ കാറ്റിൽ പറത്തി കേന്ദ്ര ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കാണുകയായിരുന്നു. 10 വർഷമായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായ ഞെരുക്കൽ അടക്കമുള്ള നടപടികളെ പ്രതിരോധിച്ചാണ് കേരളം മുന്നോട്ടു പോയത്. സമാന അനുഭവമാണ് തമിഴ്നാട്ടിലെ DMK സർക്കാരും നേരിട്ടത്. ബംഗാളിലെ തൃണമൂൽ ഭരണത്തെ അട്ടിമറിക്കാൻ 2019 മുതൽ BJP ശ്രമിച്ചിരുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ ദ്രോഹ നിലപാടിനെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഒഴികെയുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. കേന്ദ്രത്തിന്റെ പ്രതികാര ബുദ്ധിയോടെയുള്ള സാമ്പത്തിക നയസമീപനത്തെ സുപ്രീം കോടതിയിലും കേരളം ചോദ്യം ചെയ്തു. ഗവർണർമാരുടെ വഴിവിട്ട ഇടപെടലുകൾക്കെതിരായും ഇടതുപക്ഷവും DMKയും തൃണമൂലും ശക്തമായി പ്രതികരിച്ചു. ഫെഡറൽ തത്വങ്ങളെ ചവിട്ടിമെതിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായ ജനവികാരം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഈ 3 പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കായി. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ പ്രഹരത്തിന് കേരളവും തമിഴ്നാടും ബംഗാളും നടത്തിയ പോരാട്ടങ്ങളും കാരണമായിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളെ ഏതു വിധേനയും വീഴ്ത്തുക എന്നത് സംഘപരിവാറിന്റെയും BJPയുടെയും ലക്ഷ്യമായിരുന്നു. അതിനായി ഒളിഞ്ഞും തെളിഞ്ഞും ഗൂഢതന്ത്രങ്ങൾ പയറ്റി. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായി വലിയ തോതിൽ വിദ്വേഷ പ്രചാരണം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം അവസാനിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി പ്രഖ്യാപിച്ചു.
തമിഴ്നാട്ടിൽ DMKക്കെതിരായ ബദൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉയർന്നു വരാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നാൽ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് മണ്ഡലം പുനർനിർണയം സംബന്ധിച്ച നിയമനിർമ്മാണത്തെ പരാജയപ്പെടുത്തി പ്രതിപക്ഷം രാജ്യത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളിലും അസമിലും BJPക്കുണ്ടായ വിജയവും ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പശ്ചിമ ബംഗാളിൽ BJP ഭരണത്തിലെത്തുന്നതിലൂടെ ഈ സ്ഥിതിവിശേഷം കൂടുതൽ രൂക്ഷമായി മാറാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിയുന്നത്. BJPയുടെ വർഗീയ നയങ്ങൾക്കെതിരെ ശക്തമായി പൊരുതി നിന്ന DMK ഇതുവരെ തുടർന്നു പോരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നുള്ള മാറ്റം കൂടിയാണ് തമിഴ്നാട് ജനവിധി. കേന്ദ്ര BJP സർക്കാരിന്റെ ജനവിരുദ്ധ ഫെഡറൽ വിരുദ്ധ നയ നിലപാടുകളെ ദേശീയ തലത്തിൽ തുടർച്ചയായി ചോദ്യം ചെയ്ത 3 സംസ്ഥാന സർക്കാരുകളാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം BJPക്കെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഉറപ്പ്. കേരളത്തിലെയും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഫലങ്ങൾ BJPക്ക് പകരുന്ന ആശ്വാസം ചെറുതല്ല. പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന CPIM-ഉം സ്റ്റാലിനും മമതയും ഇനി BJP സർക്കാരിന് എത്രമാത്രം വെല്ലുവിളി ഉയർത്തുമെന്ന് കാത്തിരുന്ന് കാണാം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.